ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ഈസ്റ്ററിൻ്റെ സുദിനത്തിൽ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ശാന്തമായിരുന്ന് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സന്ദേശം ശ്രവിപ്പാനായി ലഭിക്കുന്ന അവസരത്തിന് ദൈവത്തിന് നന്ദി പറയാം. ഈ അശാന്തമായ അന്തരീക്ഷത്തിൽ അസമാധാനം എങ്ങും നിലനിൽക്കുന്ന കാലുഷ്യം നിറഞ്ഞ ഒരു ലോക പശ്ചാത്തലത്തിൽ വീണ്ടും യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമുക്ക് നൽകുന്ന സമാധാനത്തിൻ്റെ സന്ദേശം ശ്രവിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരം നൽകുന്നുവല്ലോ. അതുകൊണ്ട് ഈ ഉയർപ്പിൻ്റെ സുദിനത്തിൽ ലോകത്തിൻ്റെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വീണ്ടെടുപ്പിനുമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ജയ ജയ യേശു, ജയ ജയ യേശു, ജയ ജയ യേശു, ജയ ജയ യേശു, ജയ മൃത്യു ജയ ജയകാർ, സിരജനഹാർ, പാലനഹാർ, താരണഹാർ, ജയ ജയ യേശു, ജയ ജയ യേശു. മരണത്തിൻ്റെ അധികാരത്തെ അഴിച്ച് ഉയർപ്പിൻ്റെ സുദിനം അതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് പങ്കിട്ടതിനായ കർത്താവും ദൈവവുമേ, അവിടുത്തെ കുരിശുമരണവും ഉയർപ്പും ഞങ്ങൾക്ക് നൽകിത്തരുന്ന പ്രത്യാശയ്ക്കായി നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിൻ്റെ വചനത്തിൻ്റെ അത്ഭുതമേറിയ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കൃപയിൽ വഴി നടത്തണമേ. നിൻ്റെ ആത്മാവിൻ്റെ സഹായം നൽകി ഈ ഉയർപ്പിൻ്റെ സന്തോഷം ഞങ്ങൾ അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് ഈ സന്ദേശം പങ്കിടുന്നതിനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. മിശിഹായുടെ നാമത്തിലുള്ള ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളണമേ. ആമേൻ. ക്രൈസ്തവ ആധ്യാത്മികതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണവും അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണവും പുനരുത്ഥാനവും ആകുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യേശുക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണത്തോടും ഉയർപ്പിനോടും ബന്ധപ്പെട്ടതായിട്ടുള്ള ചിന്തകളാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ധ്യാന വിഷയം. ഇന്ന് പ്രത്യേകമായിട്ട് യേശുവിൻ്റെ പുനരുത്ഥാനത്തെ ധ്യാനിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ യേശുക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും അതിന് ശേഷം സംഭവിച്ചതായിട്ടുള്ള വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾ, അവയിലൂടെയൊക്കെയും എത്രയോ അധികം ആളുകൾ വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരികയും തങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള ഈ ഉയർപ്പിൻ്റെ സന്തോഷത്തിലൂടെ ലോകത്തോട് സുവിശേഷം ഘോഷിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം സജ്ജരായി തീർന്നു എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് ശേഷമാണ് പലരും യേശുക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ടതായിട്ടുള്ള മശിഹാത്വം മനസ്സിലാക്കിയത്, അത് തിരിച്ചറിഞ്ഞത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും അത് ലോകത്തിന് മുൻപിൽ യേശു എങ്ങനെയുള്ള മശിഹായായിരുന്നു എന്നുള്ളത് അതുവരെയും വെളിപ്പെടുത്തപ്പെട്ടിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവുമാണ് പിന്നീട് യേശുവിൻ്റെ മശിഹാത്വം യഥാർത്ഥമായ രീതിയിൽ ലോകത്തിൽ വെളിപ്പെടുവാൻ കാരണമായി തീർന്ന പ്രത്യേകമായ സംഭവങ്ങൾ എന്ന് നാം മനസ്സിലാക്കുന്നു. യേശുക്രിസ്തുവിനുള്ള ഈ ദൈവിക വിമോചനം തൻ്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും ലോകത്തിന് സാധ്യമായി തീർന്ന വിമോചനത്തിൻ്റെ അനുഭവത്തെ അനുഭവിച്ചിറങ്ങിയിട്ടുള്ളവരാണ് പിൽക്കാലത്ത് ഈ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളായി തീർന്നിട്ടുള്ളവർ എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഒരു നുണപ്രചരണമായി പലപ്പോഴും ചിത്രീകരിക്കാനായിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഒരുപക്ഷെങ്കിൽ യേശുവിൻ്റെ ശരീരം അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന നുണപ്രചരണം നടത്തി എന്ന് വാദിക്കുന്നതായ ഒരുപാട് പേർ പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്.
എന്നാൽ അതിനെ ആ രീതിയിലുള്ള ഒരു പ്രചരണം യഥാർത്ഥമായുള്ള രീതിയിൽ ഒട്ടും തന്നെ അതിൻ്റെ അവാസ്തവികതകൾ ലോകം തിരിച്ചറിയുകയും ആ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതായ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവത്തെ ലോകം യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയും ചെയ്തു. ക്രൂശ് മരണത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ യഥാർത്ഥമായ അനുഭവം അനേക വ്യക്തികളെ സ്വാധീനിക്കുകയും ആ ക്രൂശ് അനുഭവവും ഉയർത്തെഴുന്നേൽപ്പും ജീവിതത്തിൽ സ്വാംശീകരിച്ച് ഉയർപ്പിൻ്റെ അനുഭവക്കാരായി തീർന്നിട്ടുള്ള അനേകർ ഈ ലോകത്തിൽ സഭയായി നിലനിൽക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഉയർപ്പിൻ്റെ സന്തോഷം, അതിൻ്റെ സന്ദേശം യഥാർത്ഥമായ രീതിയിൽ അതിൻ്റെ അനുഭവക്കാരായി തീർന്നിട്ടുള്ളവരാണ് ക്രിസ്തീയ സഭ, ആ ഒരു സമൂഹം എന്ന് പറയുന്നത്. ക്രൂശോളം എത്തിയവർക്ക് യേശു തൻ്റെ പുനരുത്ഥാനത്തിൻ്റെ അനുഭവങ്ങളെ യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തി നൽകി എന്ന് കാണുവാനായിട്ട് സാധിക്കും. ക്രൂശോളം യേശുവിനെ പിൻഗമിച്ചവർക്ക് ഈ പുനരുത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് അവരെ നയിക്കുന്നവനായിട്ടുള്ള കർത്താവ്, അവരെ കൊണ്ടാരും നിർബന്ധിച്ച് പ്രേരിപ്പിച്ച് അവർ അപ്രകാരം ഒരു സാക്ഷ്യം നടത്തിയവരല്ല എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ക്രൂശിൻ്റെ അരികെ എത്തിയവരെ ഒരിക്കലും നിരാശരായി മടക്കി അയക്കുന്ന ഒരു അനുഭവമല്ല ക്രൂശ്. പിന്നെയോ ആ ക്രൂശ് പുനരുത്ഥാനത്തിൻ്റെ സന്തോഷം അവർക്ക് നൽകി പ്രത്യാശയോടുകൂടെ അവരെ മടക്കി അയച്ചു എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ അവിടെ എമ്മൗസിലേക്ക്, യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ പറ്റി കാണുവാനായിട്ട് സാധിക്കും. ക്ലെയോപ്പാവും ആ ഒരു സ്നേഹിതനും ആ യാത്രയിൽ രണ്ടുപേരും യെരുശലേമിൽ നിന്ന് ക്രൂശാനുഭവങ്ങളെ പറ്റിയുള്ള, യേശുക്രിസ്തുവിൻ്റെ കുരിശിനെ പറ്റിയുള്ള അനുഭവങ്ങളെ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും യേശുവിൽ ഇനിയും പ്രത്യാശയൊന്നും വയ്ക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് അവർ മടങ്ങി നിരാശരായിട്ട് പോകുമ്പോഴാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോടൊപ്പം ചേർന്ന് നടക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവങ്ങളെ പൂർണ്ണമായി ഗ്രഹിക്കാത്തവരെയും പിന്തുടർന്ന് അവരോട് ചേർന്ന് നടന്ന് അവരെ ഈ ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്ക് നയിക്കുന്ന ഒരു ഉയർപ്പിൻ്റെ അനുഭവത്തെ എത്രേ കാണുവാനായിട്ട് സാധിക്കുന്നത്. എമ്മൗസ് എന്ന ഗ്രാമത്തിൽ അവരെത്തിച്ചേരുമ്പോൾ ആ തങ്ങളുടെ ഭവനത്തോട് ഇവർ അടുത്ത് വരുന്നതായിട്ടുള്ള സമയത്ത് അവർ യേശുവിനെ, അപരിചിതനായി തങ്ങളോട് കൂടെ നടക്കുന്നതായ യേശുവിനെ തങ്ങളുടെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. തങ്ങളോടൊപ്പം പാർക്കുന്നതിന് വേണ്ടി യേശുവിനെ ക്ഷണിക്കുന്നു. ഉയർപ്പിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു അനുഗ്രഹീതമായ നിമിഷമായി ആ ഒരു രാത്രി മാറുകയാണ്. തങ്ങളുടെ വിശപ്പും ക്ഷീണവും ദാഹവും എല്ലാം മറന്ന് അവർ ഉയർപ്പിൻ്റെ സന്തോഷം പങ്കിടുന്ന അനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്നു. നേരം വൈകിയെങ്കിലും യാത്രയുടെ ക്ഷീണമൊക്കെ അനുഭവപ്പെട്ടെങ്കിൽ കൂടെ ആ രാത്രി അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ, ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ രാത്രിയായി മാറുന്നു. അവർ യേശുവിനെ തിരിച്ചറിയുവാനായിട്ട് അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അവിടെ പ്രത്യേകതയുള്ള അനുഭവം. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് അവർ അവനെ അറിഞ്ഞു എന്നാണ്. ആ അനുഭവമാണ് യേശു മരണത്തെ അതിജീവിച്ചു എന്നുള്ളതായ ഉറപ്പ് അവർക്ക് നൽകിയത്. അവനെ അറിഞ്ഞതിലൂടെ യേശു മരണത്തെ അതിജീവിച്ചു എന്നുള്ള ഉറപ്പ് അവർക്ക് ലഭിക്കുന്നതിന് കാരണമായി തീർന്നു. അതുകൊണ്ട് ഉയർപ്പ് എന്നുള്ളത് ന്യായവാദങ്ങൾ കൊണ്ടോ യുക്തിസഹജമായിട്ടുള്ള പല ആശയങ്ങളിലൂടെയോ മാത്രം വെളിപ്പെടുത്തുന്ന ഒരു അനുഭവമല്ല. അപ്രകാരം അത് സാധിക്കുകയുമില്ല. പിന്നെയോ അനുഭവത്തിൻ്റെ ആധ്യാത്മിക സാന്നിധ്യം അനുഭവിച്ചറിയുന്നതിലൂടെ, തെളിഞ്ഞ ബോധത്തോടുകൂടെ ഉയർപ്പിൻ്റെ ദർശനത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കുന്നതിലൂടെ മാത്രമാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമുക്ക് അനുഭവവേദ്യമായി തീരുന്നത്. പഴയ നിയമത്തിൽ നമ്മളൊരു രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ എലീശയെപ്പറ്റി നമ്മുടെ ഒരു വിവരണമുണ്ട്. അവിടെ ഇപ്രകാരം നമ്മൾ കാണുന്നു. എലീശ തൻ്റെ ശിഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അതുവരെയും
അവൻ്റെ ബാഹ്യമായിട്ടുള്ള നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്തതായിട്ടുള്ള ഒരു വലിയ ആധ്യാത്മികമായ അനുഭവം അവൻ്റെ മുമ്പിൽ തുറന്ന് കാട്ടപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് യേശുവിൻ്റെ ഈ പുനരുത്ഥാനത്തിൻ്റെ അനുഭവത്തെപ്പറ്റിയും ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചോളം അവരുടെ കണ്ണ് തുറന്ന് അവർ കാണുന്നതിന് മുഖാന്തരമായി തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ഇത് യുക്തിസഹജമായിട്ടുള്ള നമ്മുടെ ചിന്തകൾ കൊണ്ടോ തർക്കവിതർക്കങ്ങൾ കൊണ്ടോ ഒരു പക്ഷെങ്കിൽ താത്വികമായിട്ട് അതിനെ നമുക്ക് മനസ്സിലാക്കുവാനോ തെളിയിക്കുവാനോ സാധിച്ചെന്നു വരികയില്ല. എന്നാൽ ആധ്യാത്മികമായിട്ടുള്ള കണ്ണുകൾ തുറക്കുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ദർശനം നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാണ്. മറുരൂപമലയിൽ വെച്ചുള്ളതായ യേശുവിൻ്റെ ദർശനവും അതിനോട് സമാനമായിട്ടുള്ളതാണ്. ഉയർന്ന മലയിലേക്ക് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ടുള്ള അവസരത്തിൽ യേശു അവരുടെ മുൻപിൽ രൂപാന്തരപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അവിടെ ആ പ്രവാചകൻ മോശയുടെയും എലിയാവിൻ്റെയും സംഭാഷണം അവർ കേൾക്കുകയാണ്. എന്നാൽ പിന്നീട് അവർക്കൊന്നും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു അനുഭവത്തിലും ഈ ആധ്യാത്മികമായിട്ടുള്ള കണ്ണുകൾ തുറക്കപ്പെട്ടതിലൂടെ അവർക്ക് ലഭ്യമായിട്ടുള്ള ഒരു ദർശനത്തെപ്പറ്റി അത്രേ വിവരിക്കുന്നത്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയുള്ള വാർത്ത അറിഞ്ഞതായ അല്ലെങ്കിൽ നേരിട്ട് ദൂതന്മാരിലൂടെ ഗ്രഹിച്ചതായിട്ടുള്ള മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ഒക്കെയും ഈ ഒരു വർത്തമാനം മറ്റ് അപ്പോസ്തലന്മാരെ പോയി അറിയിക്കുന്നതായിട്ടുള്ള ഒരു വിവരണമുണ്ട്. അവിടെ ശിഷ്യന്മാർ യോഹന്നാനും പത്രോസുമൊക്കെ ഓടി ആ കല്ലറയിലേക്ക് വരുന്നുണ്ട്. പത്രോസ് അകത്ത് കല്ലറയിൽ പ്രവേശിക്കുന്നതായിട്ടുള്ള സമയത്ത് അവിടെ ശീലകൾ കിടക്കുന്നതും അതുപോലെ അവൻ്റെ തലയിൽ ചുറ്റിയിരുന്നതായിട്ടുള്ള റൂമാലൊക്കെ അവിടെ കാണുന്നുണ്ട്. അവർ തിരിച്ചറിയുകയാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെന്ന്. അവർക്കൊരു പക്ഷെങ്കിൽ അത് അന്നേരം ആ സമയത്ത് ഗ്രഹിക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളതായ ആ സത്യത്തിൽ വിശ്വസിക്കുന്നതിന് ഈ സംഭവങ്ങളൊക്കെയും അവരുടെ സാധാരണ ബൗദ്ധികമായിട്ടുള്ള കാഴ്ചകൾക്ക് അതീതമായിട്ടുള്ള അനുഭവത്തിലൂടെ അവർക്ക് ഉയർത്തെഴുന്നേൽപ്പെന്ന വലിയ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ കാരണമായിട്ട് തീരുന്നു. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചവരും അത് സത്യമെന്ന് അനുഭവിച്ചുകൊണ്ട് തങ്ങളുടെ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളിലൂടെ അതിന് സാക്ഷ്യം പറഞ്ഞവരുമായിട്ടുള്ള അനേകരുടെ ഒരു പാരമ്പര്യമാണ് ക്രിസ്തീയ സഭയ്ക്കുള്ളത്. അതുകൊണ്ട് ഈ ക്രിസ്തീയ സഭയുടെ ഈ വലിയ സാക്ഷ്യ അനുഭവം യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ദൃക്സാക്ഷികളായിട്ടുള്ളവർ, അതിനുശേഷം ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ പറ്റി സാക്ഷ്യം പറഞ്ഞിട്ടുള്ളവർ, അവരിലൂടെയുമൊക്കെയാണ് യേശുവിൻ്റെ ഉയർപ്പെന്ന ആ വലിയ സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ അനുഭവത്തിൽ കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ടിരുന്നതായിട്ടുള്ള മറിയോട് കർത്താവ് ചോദിക്കുന്നു, നീ കരയുന്നത് എന്ത് എന്ന് ചോദിക്കുകയാണ്. അവളുടെ യുക്തിസഹമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ നിൽക്കുമ്പോൾ തന്നെ അതിനപ്പുറത്തായിട്ടുള്ള അവളുടെ ഭൗതിക തലത്തിൽ നിന്ന് അവളുടെ കാഴ്ചകളെ ഉയർന്ന ഒരു തലത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തു അവളെ ആഹ്വാനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മരിച്ചവരിൽ നിന്ന് ആദ്യമായി ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തുവിൻ്റെ ഈ വലിയ സാക്ഷ്യം അനേകരെ ഈ ക്രിസ്തു ദർശനത്തിലേക്കും ഉയർപ്പിൻ്റെ വലിയ സത്യത്തിലേക്കും പിൽക്കാലത്ത് നയിച്ചിട്ടുണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ തമസ്കരിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ ഒരു അസത്യ പ്രസ്താവനയെന്നോ അത് നുണയുടെ പ്രചരണമെന്നോ അന്നത്തെ സമൂഹം വിലയിരുത്തുവാനായിട്ട് ശ്രമിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ, യേശുക്രിസ്തു മരിച്ചെങ്കിൽ മാത്രമേ അവരുടെ ആ ഒരു ദൗത്യം പൂർത്തീകരിക്കുന്നുള്ളൂ. യേശുക്രിസ്തുവിനെ ഇല്ലാതാക്കുക വഴി മാത്രമാണ് അവൻ പ്രസംഗിച്ചതായിട്ടുള്ള ദൈവരാജ്യ സന്ദേശം എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുത്തി കളയുവാൻ അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നല്ലതുപോലെ അറിയാമായിരുന്നതായ മതനേതാക്കളെയും ഭരണാധികാരികളെയുമാണ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് യേശുക്രിസ്തു മരിച്ചു എന്നുള്ളതായ ഉറപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ടായിരുന്നു. യേശുവിൻ്റെ മരണം ഉറപ്പിച്ചുവെങ്കിൽ മാത്രമേ യേശു പ്രസംഗിച്ചതായിട്ടുള്ള ദൈവരാജ്യത്തെപ്പറ്റിയും അവർക്ക് അത് ഒരിക്കലും തങ്ങളെ ശല്യപ്പെടുത്തുന്നതായ ഒരു പഠിപ്പിക്കലുകൾ ഇനിയും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തങ്ങളുടെ ശത്രുവിനെ എന്നേക്കുമായിട്ട്
ഈ ലോകത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവനൊരിക്കലും ഉയർത്തെഴുന്നേൽക്കുകയില്ല എന്നുള്ളതായ ഉറപ്പ് അവർക്ക് ലഭിക്കേണ്ടിയിരുന്നു. യേശു തങ്ങൾക്ക് ഒരു ശല്യമായിരുന്നു. ആ ശല്യം ഇനിയും ഉണ്ടാവുകയില്ല എന്ന ഒരു ദീർഘനിശ്വാസത്തോടുകൂടെ കഴിഞ്ഞുകൂടിയിരുന്നതായിട്ടുള്ള അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുൻപിൽ മരണത്തിൻ്റെ ആ വലിയ അനുഭവങ്ങളെയൊക്കെ ഭേദിച്ചുകൊണ്ട് ഒരു വിജയഭേരിയായി ആ ദിഗന്ധങ്ങളിൽ ഉയർന്നതായ ആ സന്തോഷത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പെന്നുള്ളതായ ആ വലിയ വിജയ സന്ദേശവുമാണ് ലോകം ശ്രവിച്ചത് എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. യേശുവിനെ കുഴിച്ചുമൂടി എന്നതായ വിജയഭാവം അവരെ ബാധിച്ചുവെങ്കിൽ കൂടെ അവർക്ക് അത് അധികം നാൾ വെച്ചു പുലർത്തുവാനായിട്ട് സാധിച്ചില്ല. ക്രിസ്തീയ വിശ്വാസികളെ പറ്റി പറയുന്നത് ഉയർപ്പിൻ്റെ ജനതയെന്നാണ്, ഈസ്റ്റർ പീപ്പിൾ. അങ്ങനെയാണ് ക്രിസ്തു വിശ്വാസികളെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഉയർപ്പിലൂടെ നേടുന്നതായ വലിയ സന്തോഷത്തിൻ്റെ അനുഭവം ഈ എല്ലാ മരണശക്തികളിന്മേലുമുള്ള വിജയത്തിൻ്റെ ഒരു അനുഭവം കൂടെയാണ്, അതിൻ്റെ ആഘോഷമാണ് ഈ ഒരു സമൂഹത്തിന് എപ്പോഴും ലോകത്തോട് പറയുവാനായിട്ടുള്ളത്. ഓരോ വിശ്വാസിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്നത് ഒരു അവസാന വാക്കോ അല്ലെങ്കിൽ അതൊരു ഭീഷണിയായിട്ടോ അല്ലെങ്കിൽ അതൊരു പരാജയമായിട്ടുള്ള അനുഭവമായിട്ടോ അല്ല ഒരിക്കലും നോക്കിക്കാണുന്നത്. അതിന് യഥാർത്ഥമായി യേശുക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും ഈ ഒരു അനുഭവങ്ങളെയൊക്കെ അതിനപ്പുറത്തായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പിലൂടെ മരണത്തെ അതിജീവിച്ചവനായിട്ടുള്ള യേശുക്രിസ്തുവിലൂടെ ഈ അനുഭവങ്ങളെയൊക്കെയും നോക്കിക്കാണുവാൻ തക്കവണ്ണം ആ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ മരണത്തോളം അനുധാവനം ചെയ്യുവാൻ, ആ ശിഷ്യത്തിൻ്റെ പാതയിൽ മരണം മുൻപിൽ കണ്ടുകൊണ്ടും ക്രൂശിൻ്റെ വഴിയിലൂടെ നടന്ന് മുന്നോട്ട് നീങ്ങുവാൻ തക്കവണ്ണം പ്രാപ്തി നൽകുന്നത് ഈ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയുള്ളതായ ഒരു വലിയ ദർശനമാണ്. ആ ഒരു അപ്രകാരം ക്രിസ്തുവിനോടൊപ്പം മരണത്തോളം യാത്ര ചെയ്യുന്ന ഒരു വിശ്വാസ സമൂഹമാണ് ക്രിസ്തീയ സമൂഹം എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഈസ്റ്റർ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആഘോഷം, അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ യാത്രയിൽ ക്രിസ്തുവിനോടൊപ്പമുള്ള അനുധാവനത്തിൽ, മരണത്തോളമുള്ള യേശുവിനോടൊപ്പമുള്ള പിൻഗമനത്തിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഈ യാത്രയിൽ പുനഃസമർപ്പണം ചെയ്യുന്നതായിട്ടുള്ള അവസരമാണ്. നമ്മെ സ്നേഹിക്കുന്നവനായിട്ടുള്ള ദൈവം എല്ലാം നമുക്ക് നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ളതായി ഉറപ്പ് പ്രാപിക്കുന്നതായിട്ടുള്ള അവസരമാണ് ഈ ഉയർപ്പിൻ്റെ സന്തോഷം നമുക്ക് നൽകുന്നതായിട്ടുള്ള സുദിനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദൂത് എന്ന് പറയുന്നത്. യേശുവിനെ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടുവെങ്കിൽ കൂടെ സ്വർഗീയ പിതാവിൻ്റെ ദൗത്യം താൻ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത്. അതുകൊണ്ട് പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുള്ള ദൗത്യത്തിൻ്റെ വലിയ സന്തോഷം അത് ഉയർപ്പിലാണ് ചെന്ന് അവസാനിക്കുന്നത് എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെങ്കിൽ വളരെയധികം പ്രയാസകരമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം. ഒരുപാട് ദുഷ്കരമായിട്ടുള്ള സാഹചര്യങ്ങളെയൊക്കെ ലോകമിന്ന് നേരിട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ടാകാം. എന്നാൽ എല്ലാ സാഹചര്യങ്ങളെയും നന്മയ്ക്ക് വേണ്ടി അവൻ കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. എല്ലാം ദൈവം നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പ് നമുക്ക് പ്രാപിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയും ലോകം കണ്ടതായിട്ടുള്ള ആ പ്രയാസകരമായിട്ടുള്ള അനുഭവം, പരാജയത്തിൻ്റെ അനുഭവത്തെയും ഉയർപ്പിൻ്റെ അനുഭവത്തോടുകൂടി അത് നന്മയിലേക്ക് രൂപാന്തരം ചെയ്യുന്ന അനുഭവമായി തീർന്നു എന്നുള്ളത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളായി തീരുക എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിലൂടെയുള്ള ഈ ആത്യന്തികമായ നന്മയെ കണ്ടെത്തുന്ന വ്യക്തികളായി നമ്മൾ തീരുമ്പോൾ മാത്രമേ ഉയർപ്പിൻ്റെ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിലൂടെ നിറവേറ്റപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യം നിറവേറ്റുന്നവരായിരിക്കാൻ, അതിൻ്റെ പ്രയോക്താക്കളായി തീരുവാൻ, പ്രഘോഷകരായി തീരുവാൻ ഈസ്റ്റർ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഈ വലിയ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. ക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമാണ്. അതുകൊണ്ട് മരണത്തിലൂടെ അവസാനിക്കുന്ന ഒന്നല്ല, മരണത്തോളം ക്രിസ്തുവിനെ പിൻഗമിക്കുക വഴി ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷ്യത്തിലേക്ക് ഓരോ വിശ്വാസിയെയും ദൈവം നയിക്കുന്നു. അതുകൊണ്ട് ബാഹ്യമായിട്ടുള്ള ഒരുപാട് സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെയും നേരിടുമ്പോഴും അവയ്ക്കൊക്കെ പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്.
അവയൊക്കെയും ദൈവം തൻ്റെ മഹത്വത്തിനായി എല്ലാം ആക്കി തീർക്കുന്നുവെന്നും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്നു എന്നുള്ളതായി ഉറപ്പോടുകൂടെ നമുക്ക് ഈ വർഷത്തെ ഈസ്റ്റർ ആഘോഷിക്കാം. പലതരത്തിലുള്ള ബാഹ്യമായ സമ്മർദ്ദങ്ങളും ഒരുപാട് ഭീതിപ്പെടുത്തുന്നതായ അന്തരീക്ഷത്തിലൂടെയുമാണ് ക്രിസ്തീയ വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു സദ്വർത്തമാനം ലോകത്തോട് അറിയിക്കുന്നത് എങ്ങനെ? അവർ ഭയചകിതരായിരുന്നു. എന്നാൽ അവരിൽ നിറഞ്ഞു നിന്നതായിട്ടുള്ള ഉയർപ്പിൻ്റെ സന്തോഷം അവരുടെ ബാഹ്യ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിക്കുന്നതായിരുന്നു എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്തീയ ജനതയെപ്പറ്റി ഈസ്റ്റർ പീപ്പിൾ എന്ന് പറയുമ്പോൾ ക്രിസ്തീയ സമൂഹം ഒരു ഉയർപ്പിൻ്റെ സമൂഹമായി ഈ ലോകത്തിൽ നിലകൊള്ളുന്നത് ബാഹ്യമായിട്ടുള്ള ഒരു സമ്മർദ്ദങ്ങളും ഉള്ളിലുള്ളതായ ഈ ഉയർപ്പിൻ്റെ സന്തോഷത്തെ അടക്കി വയ്ക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാത്തമായിട്ടുള്ള ഉദാഹരണമാണ് എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും ചുറ്റുപാടുകളുടെ പ്രതിസന്ധിയുടെ മധ്യത്തിലും നമുക്ക് ഓരോരുത്തർക്കും ശക്തി പകരുന്നു എന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഒരു വിശ്വാസിയുടെ മരണം എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു അവസാനമല്ല എന്നും അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു നിത്യജീവൻ്റെ ഉറപ്പ് വാഗ്ദാനം ചെയ്യുന്നതായിട്ടുള്ള അനുഭവമാണെന്നും അവസാനത്തോളം മരണപര്യന്തത്തോളം വിശ്വസ്തരായിരിക്കാനായിട്ടുള്ള ആഹ്വാനമാണ് ഓരോ വിശ്വാസിക്കും നൽകുന്നത്. ആ മരണപര്യന്തത്തോളമുള്ളതായ വിശ്വസ്തത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ ഉയർപ്പ് വരെയും കൊണ്ടെത്തിക്കുന്നതായ അനുഭവമാകുന്നു. ആ ജീവൻ്റെ കിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം ഓരോരുത്തരെയും ശക്തീകരിക്കുന്നതായ അനുഭവമാകുന്നു. അതുകൊണ്ട് ഇന്ന് നാം നേരിടുന്നതായ ബാഹ്യമായിട്ടുള്ള പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും നമ്മുടെ മേലുള്ള സമ്മർദ്ദങ്ങളും എന്തു തന്നെ ആയിരുന്നു കൊള്ളട്ടെ, അതിനെയൊക്കെയും അതിജീവിക്കുവാൻ തക്കതായ ശക്തി നമുക്ക് ലഭിക്കുന്നത് ഉയർപ്പിലൂടെയാണ്. ആ ഉയർപ്പിൻ്റെ സന്തോഷം നമുക്ക് യേശുക്രിസ്തുവിലൂടെ പകർന്നു നൽകപ്പെട്ടതായ ആ ഉയർപ്പിൻ്റെ അനുഭവത്തിലൂടെയാണ് എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ക്രിസ്തു സമൂഹത്തോട്, ക്രിസ്തു വിശ്വാസികളോട് ഇന്ന് ആവശ്യപ്പെടുന്നത് അവസാനത്തോളം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽപ്പാനായിട്ട് യേശു കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടെ ക്രിസ്തുവിനോടൊപ്പം ഈ ജീവിതയാത്രയിൽ അവനോടൊപ്പം അവനെ അനുധാവനം ചെയ്യുവാൻ, അവനോടൊപ്പം മുന്നേറുവാൻ തക്കവണ്ണമുള്ള വലിയ കരുത്താർജിക്കുന്നതായിട്ടുള്ള അനുഭവമാണ്. അതിനുള്ള സമർപ്പണത്തിൻ്റെ ഒരവസരമായി ഈ ഈസ്റ്റർ തീരേണ്ടതുണ്ട്. ക്രിസ്തുവിൻ്റെ മരണത്തോടും പുനരുത്ഥാനത്തോടുമുള്ള ബന്ധത്തിൽ അവിടുത്തെ മരണപുനരുത്ഥാനങ്ങളോടുള്ളതായ ഏകരൂപത പ്രാപിക്കുവാൻ തക്കവണ്ണം, അതിൽ നമുക്ക് താതാത്മ്യപ്പെടുവാൻ തക്കവണ്ണം സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവനിലൂടെ ക്രിസ്തു വെളിപ്പെടുന്നത്. ആ ക്രിസ്തു നമ്മുടെ ജീവനിലൂടെ വെളിപ്പെടുമ്പോഴാണ് ആ ഉയർത്തെഴുന്നേൽപ്പ് നമ്മെ സംബന്ധിച്ചോളം ലോകത്തിന് മുൻപിൽ ഒരു പ്രത്യാശയുടെ പ്രഘോഷണമായി തീരുന്നത്. ഈസ്റ്റർ അപ്രകാരമുള്ള ഒരു സന്ദേശമാണ് ഈ ലോകത്തിന് എല്ലാ കാലവും ഉള്ളത്. അതുകൊണ്ട് കല്ലറയിൽ അടക്കി വയ്ക്കുവാനുള്ള ഒരു അനുഭവമല്ല, പിന്നെയോ കല്ലറകളെ ഭേദിക്കുന്നതായ വിജയത്തിൻ്റെ അനുഭവമാകുന്നു ഈസ്റ്റർ എന്നുള്ളത്. നമുക്ക് ഈ കാലങ്ങളിൽ ഏറ്റവും അധികം അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം നമ്മുടെ ഈസ്റ്റർ ആഘോഷം തീരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമുക്കൊന്നും ദോഷമായി ചെയ്യുകയില്ലെന്നും എല്ലാം നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ളതായ ഉറപ്പോടുകൂടെ മാത്രമേ നമുക്ക് ജീവിതത്തിൻ്റെ ഏത് ദുര്യോഗങ്ങളെയും വിപരീതാനുഭവങ്ങളെയും നേരിടുന്നതിന് ഇടയായി തീരാവൂ. ദൈവം നമ്മെ സ്നേഹിക്കുന്നതിനാൽ എല്ലാം നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ലോകം നേരിടുന്നതായ വിവിധ പ്രതികൂലങ്ങളുടെ മധ്യത്തിലൊക്കെയും ഈസ്റ്റർ നമ്മൾ ആഘോഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിന് എല്ലാറ്റിനെപ്പറ്റിയും ഒരു പദ്ധതിയുണ്ടെന്നും ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതെന്ന് തിരിച്ചറിയും. ആ പദ്ധതിയോട് അനുകൂലിച്ചുകൊണ്ട്, ആ പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാനായിട്ടുള്ള ഒരു സമർപ്പണം എടുക്കുന്നവരായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ആകുലതകളിൽ തളർന്നു പോകാതെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഒരിക്കലും പതറിപ്പോകാതെ, ദൈവത്തിലുള്ള വിശ്വാസത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലുള്ള പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയോടുകൂടെ നിലനിൽക്കുമ്പോഴാണ് ലോകത്തിൽ നമുക്ക്
ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം യഥാർത്ഥമായിട്ട് നിറവേറ്റുവാനായിട്ട് സാധിക്കുക. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്തോഷം യഥാർത്ഥത്തിൽ നമുക്കൊരു ദിവസത്തേക്ക് അല്ലെങ്കിൽ വർഷത്തിൽ ഒരു ദിവസം മാത്രം ആഘോഷിക്കേണ്ട ഒരു ആഘോഷമല്ല ഈസ്റ്ററിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആഘോഷമെന്ന് പറയുന്നത്. അനുദിന ജീവിതത്തിലെ ഓരോ സംഘർഷങ്ങളോടും നമുക്ക് അവയോട് പൊരുതി അവയിൽ ജയം വരിപ്പാനുള്ള വലിയ ശക്തി പകരുന്ന അനുഭവമാണ് ഈസ്റ്റർ അനുഭവം. അത് ദിവസം തോറുമുള്ള ജീവിതത്തിലൂടെ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കണം. മരണശക്തികളെ ജയിച്ചവനായ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലും അനുനിമിഷവും അനുദിനവും നമ്മൾ അനുഭവിക്കുന്നതായ മരണകരമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിനുള്ള ശക്തി നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും ഈ വർഷവും നമ്മൾ കൊണ്ടാടുന്നതായ അവസരത്തിൽ നമ്മുടെ ചുറ്റുപാടുകൾ യുദ്ധത്തിൻ്റെ അന്തരീക്ഷവും കലുഷിതമായ ഒരുപാട് സാഹചര്യങ്ങളും നിറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവയുടെ മധ്യത്തിൽ നമുക്ക് എങ്ങനെ സമാധാനത്തിൻ്റെ സന്ദേശം ലോകത്തോട് അറിയിക്കുവാനായിട്ട് സാധിക്കും? ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നൽകിത്തരുന്നതായ പ്രത്യാശയുടെ സന്ദേശം ലോകത്തോട് നമ്മൾ അറിയിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഉയർപ്പിൻ്റെ സന്ദേശം ജീവിതത്തിൽ സ്വാംശീകരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് അതിൻ്റെ സന്തോഷം മറ്റുള്ളവർക്ക് പങ്കിടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മരണകരമായിട്ടുള്ള അനുഭവങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമുക്ക് എല്ലായ്പ്പോഴും അവരോടൊപ്പമുള്ള ഐക്യദാർഢ്യവും പ്രാർത്ഥനയുടെ അനുഭവങ്ങളും നമുക്ക് എല്ലായ്പ്പോഴും പങ്കിടേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും ഇതൊരു അവസാനമല്ലെന്നും ഒരു ജീവിതത്തിൻ്റെ തുടക്കം നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സാധ്യമാണെന്നും ഒരു പുതിയ തുടക്കം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാണെന്നുമുള്ളതായ ഒരു സന്ദേശം നമുക്ക് ഈ ഉയർപ്പ് ദിനത്തിലൂടെ നമുക്ക് ലോകത്തോട് പങ്കിടുവാനായിട്ട് സാധിക്കണം. അതിന് ഈ വർഷത്തെ ഉയർപ്പിൻ്റെ ഈസ്റ്ററിൻ്റെ അനുഭവങ്ങൾ നമുക്ക് സാധ്യമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.